ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിച്ചിരുന്നു, സാറ് നിലവിൽ എന്താണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ സാർ എങ്ങനെയാണ് പഠിച്ച് ലിസ്റ്റിൽ വന്നത്, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ കുറേ ആളുകൾക്ക് ഞാൻ ഉത്തരങ്ങൾ നൽകിയിരുന്നു, ബാക്കി കുറച്ച് ആളുകൾ വീണ്ടും ചോദിച്ചു. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ഒരു കൺക്ലൂഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDC കൊല്ലം കണ്ണൂർ ആ ഒരു പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് ഇനി പഠിക്കണമോ എന്നുള്ള ഒരു ചിന്തയുമായിട്ട് മുന്നോട്ടേക്ക് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നല്ലൊരു റാങ്കിലേക്ക് വന്ന് ഇനി ഞങ്ങൾ പഠനം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ നിലവിൽ സർക്കാർ സർവീസിലല്ല, ഞാനിപ്പോൾ നിലവിൽ നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററുകളിൽ ഫാക്കൽറ്റി ആയിട്ട്, അതായത് എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയും അതേപോലെ തന്നെ ഇംഗ്ലീഷുമാണ്. അപ്പോൾ ഈ രണ്ട് സബ്ജക്റ്റാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് ഏകദേശം ഒരു 5 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. അതായത് ടീച്ചിങ് ഫീൽഡ് എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഞാൻ ഇന്ന് നിലവിലൊരു 15ഓളം ലിസ്റ്റുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ജോലി കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷയുമായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും PSC പഠനം എന്ന് പറയുന്നത് ഒരു ലിസ്റ്റിൽ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കുറച്ച് ലിസ്റ്റുകളിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി നമുക്ക് ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ മറ്റൊരു എന്താണ് ഒരു പ്രൈവറ്റ് ഫേമിലേക്കോ, അല്ലെങ്കിൽ കുറേ ആളുകളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ലിസ്റ്റിൽ വന്നതിന് ശേഷമാണ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന ലെവലിലേക്ക് മാറുന്നതും പിന്നീട് ആ ഒരു ഫീൽഡിൽ നിന്ന് പിന്നെ മുന്നോട്ടേക്ക് പോകുന്നതും. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതായത് നമുക്ക് എന്ന് നമ്മുടെ കയ്യിൽ അഡ്വൈസ് വരുന്നോ അന്നാണ് നമ്മൾ ഇതിൽ നിന്നും മാറി മറ്റൊരു, അതായത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലെവലിലേക്ക്, അതായത് ഒരു പ്രൈവറ്റ് ഫേമിലോ അതേപോലെ തന്നെ എന്താണ് പിന്നീട് നിങ്ങൾക്ക് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പാഷൻ ആണെങ്കിൽ ആ ലെവലിലേക്കോ ഒക്കെ മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്വൈസ് വന്നതിന് ശേഷം ജോലിക്ക് കയറി അതിനുശേഷം മാത്രമാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മൾ ഏതാണോ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ആ സബ്ജക്റ്റിൽ മാത്രം, ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കും. അതൊരിക്കലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മളെപ്പോഴും ആ രണ്ട് സബ്ജക്റ്റ്, അല്ലെങ്കിൽ ചിലവർ ഒരു സബ്ജക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ സബ്ജക്റ്റിൽ മാത്രം നിന്നുകൊണ്ടായിരിക്കും അവരെന്ത് ചെയ്യാൻ നോക്കുന്നത്, മാക്സിമം നോളജ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ എന്താണ് ഈ പറയുന്ന ബാക്കി എല്ലാ ടോപ്പിക്കും സ്കിപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. പിന്നെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ക്ലാസ് എടുത്തു കഴിയുമ്പോൾ സ്റ്റുഡൻസിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അതിൻ്റെ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ഫീൽഡിലേക്ക് അങ്ങ് മാറിപ്പോവും. പിന്നെ ഒരിക്കലും പിന്നെ തിരിച്ച് കയറാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്ന കണ്ണൂർ അതേപോലെ തന്നെ കൊല്ലത്തിൻ്റെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ ആയിരുന്നു. ഓക്കെ, അതായത് ട്രിവാൻഡ്രം LDC വെച്ച് ഈ ഒരു എക്സാമിനെ കൂടി കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഓരോ ഉദ്യോഗാർത്ഥികളും അത്രമാത്രം ടെൻഷൻ അടിച്ചും. കാരണം എക്സാം എന്ന് പറയുന്നത് നമ്മളൊരു കൂൾ ഓഫ് മൈൻഡിലിരുന്ന് എഴുതുമായിരുന്നെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എക്സാം ആയിട്ട് അത് മാറിയേനെ. കാരണം ഭയങ്കര ടഫല്ല, അതേപോലെ തന്നെ മീഡിയം ലെവലിൽ നിൽക്കുന്നു, ഭയങ്കര ഈസിയും അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഓരോ ദിവസവും ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും അതേപോലെ തന്നെ ഓരോ ക്ലാസ് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്കത് പറ്റുമോ എന്നറിയണമെങ്കിൽ അതും നമ്മളും അതേപോലെ തന്നെ ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങളുടെയൊക്കെയുള്ള ഫീലിംഗ് എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് വേണ്ടിയിട്ട് ഓരോ ചെയ്യുന്ന വീഡിയോസും, അതായത് നമ്മൾ എങ്ങനെയാണോ ഇനി ഒരു എക്സാമിനേക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇന്ന് കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും അതേപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ ഓഫ്ലൈൻ സെൻറ്ററുകളിലും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗാർത്ഥികൾ ഒത്തിരി സംശയങ്ങൾ ചോദിക്കും. ചിലപ്പോൾ ഈ സംശയങ്ങളൊന്നും ഒരു ക്ലാസ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് നമ്മളുടെ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് അതെന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യാനുള്ള ഒരു ടൈമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, മോട്ടിവേഷൻ ആണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് പറയും എന്നല്ലാതെ അതിനെക്കുറിച്ച് മാത്രമായിട്ടൊരു ചർച്ച എന്ന് പറയുന്നത് ഒരിക്കലും അത് അനുവദനീയമല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എന്താണ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൺ ക്ലിപ്പ് PSC എന്ന് പറയുന്ന
യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും. അതേപോലെ തന്നെ അതായത് നമുക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ, അതായത് ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. കാരണം ഞാൻ വന്ന വഴിയിൽ എന്നെ സഹായിച്ചപ്പോൾ എനിക്ക് പലരും എന്നെ സഹായിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അടുത്ത് നന്ദി കടപ്പാടും ഒക്കെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ജോലിക്ക് കയറാനായിട്ട് പറ്റും എന്നതിനെ കുറിച്ചൊക്കെ ഒത്തിരി ആളുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ എന്താണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മുടേതായിട്ടൊരു ചാനലിൽ വന്ന് നമ്മളത് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് കേൾക്കാം. അതേപോലെ തന്നെ അത് പോസിറ്റീവാണ്, നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫിലേക്കും അത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടാവും. എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും, നമ്മുടെ പോരായ്മകൾ എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നമ്മൾ മുന്നോട്ടേക്ക് പഠിക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്താണ് ഞാൻ പഠിക്കുന്നത് മാത്രമാണ് ശരി, ഞാൻ പഠിക്കുന്ന സ്റ്റൈൽ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് എന്നല്ല നമ്മൾ പറയേണ്ടത്. എന്ന് നമ്മൾ PSC നടത്തുന്ന എക്സാമുകൾ എഴുതുമ്പോൾ നമ്മുടെ കട്ട് ഓഫ് എത്രയാണോ ആ കട്ട് ഓഫിനേക്കാൾ ഒരു 15 മാർക്കെങ്കിലും മുകളിലേക്ക് വരാൻ സാധിക്കുന്നുണ്ടോ, അന്നാണ് നമ്മളെ യഥാർത്ഥത്തിൽ ഒരു പഠനം എന്ന് പറയുന്നത്. ഞാൻ പല വീഡിയോയിലും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട് മക്കളെ, അതായത് ഒരു റാങ്ക് ഫയൽ ആണെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ബുക്ക്ലെറ്റ് ആണെങ്കിൽ അതാണ് ശരിക്കും നമ്മൾ PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്നും വരുന്ന ബേസ് ചോദ്യങ്ങളും അല്ലാതെയുള്ള SCRT NCRT ആ ചോദ്യങ്ങളുമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, റാങ്കിലേക്ക് നിർണ്ണയിക്കുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം നമ്മൾ പറയാം, അതായത് കോർ സബ്ജക്റ്റ് 10 വെച്ച് നിൽക്കുമ്പോൾ 20 മാർക്കായിട്ട് കറണ്ട് അഫയേഴ്സ് ഇവിടെ കിടപിടിക്കാനായിട്ട് നിൽക്കുമ്പോൾ കഴിഞ്ഞ എക്സാമിന് 12-13 ചോദ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നെങ്കിൽ പോലും ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ 20. അപ്പോൾ അങ്ങനെ ഓരോ സമയത്തും ഓരോന്നും എന്താണ് PSC എന്താ ചോദിക്കുന്നതെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു ലെവലിലേക്ക് നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അതായത് എന്ത് ചെയ്യുക, ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കോർ സബ്ജക്റ്റ് അത്യാവശ്യം എന്ത് ചെയ്യുക, നമുക്ക് പഠിക്കാൻ പറ്റുന്നതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും സെറ്റ് ചെയ്ത് വെക്കുക. അല്ലാതെ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഏത് ലെവലിലേക്കാണ് PSC പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച്. കാരണം ഇന്ന് ട്രിവാൻഡ്രത്തെ LDC എക്സാം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് കൊല്ലം കണ്ണൂരിന് വന്നത്. ഓക്കെ, ഇനി അടുത്ത എക്സാമിന് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു പാർട്ടാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചുകൂടി നന്നായിട്ട് നോക്കണം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തു നിന്നുള്ള ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങളാണ്. ഒത്തിരി അതിലേക്ക് കടന്ന് ചെന്ന് സമയം കളയാതെ പെട്ടെന്ന് കിട്ടുന്ന ചോദ്യങ്ങളാണെങ്കിൽ അതിന് ഉത്തരങ്ങൾ നൽകി നേരെ അടുത്തൊരു സെഷനിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അടുത്ത പ്രാവശ്യം PSC ചെയ്യാൻ പോകുന്നത് സയൻസ് സബ്ജക്റ്റ് ഏറ്റവും കൂടുതൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്ക് കൊണ്ടുവന്ന് മറ്റൊരു തലത്തിലേക്ക് മാറ്റും. കോർ സബ്ജക്റ്റ് ആണെങ്കിൽ ഇന്ന് മാത്സ് ആയിരുന്നു ടഫെങ്കിൽ, അതായത് ജോമെട്രി കൊണ്ടുവന്നു. പക്ഷെ ഇനി കൊണ്ടുവരാൻ പോകുന്നത് എന്തായിരിക്കും, അടുത്ത ഒരു എക്സാമിന് മലയാളമായിരിക്കും ഏറ്റവും കൂടുതൽ ടഫാക്കുന്നത്. അപ്പോൾ PSC ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭയങ്കര ഒരു ചലഞ്ചിങ് ആക്കുകയാണ്. അതായത് ഉദ്യോഗാർത്ഥി എവിടെ നിന്നാണോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നത് എന്നുള്ളത് കണ്ടെത്താൻ ഒരു രീതിയിലും, അതായത് PSC പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSCയുടേതായിട്ടുള്ള ലെവലിൽ എന്ത് ചെയ്യാണ്, ഓരോ ട്വിസ്റ്റുകളാണ് ഓരോ എക്സാമുകളും നൽകുന്നത്. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കഴിഞ്ഞ നമുക്ക് അതായത് ഒരു 2015-17 കാലഘട്ടത്തൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രീവിയസ് ഇയർ, അതായത് ഓരോ എക്സാമും കഴിയുമ്പോൾ ആ എക്സാമിൻ്റെ തൊട്ടു മുന്നത്തെ എടുത്തതിന് ശേഷം 4 ഓപ്ഷനും ഡിസ്ക്രൈബ് ചെയ്ത് പോകുമ്പോൾ വളരെ ഗംഭീരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അടുത്തൊരു എക്സാമിലേക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്താണ് ഇപ്പൊ നടക്കുന്നത് എന്നുള്ളത് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു ലെവലിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിറ്റേ പ്രാവശ്യം വരുന്നത് ഏത് ലെവലായിരിക്കും എന്നുള്ളത് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളുടെ കടന്നാക്രമണം വന്നു, അടുത്തൊരു എക്സാമിന് വരുമ്പോൾ ചിലപ്പോൾ മൊത്തം എന്തായിരിക്കും, ഈ പറയുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് PSC വൺ ട്വിസ്റ്റുകളിലൂടെയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ പ്രാവശ്യത്തെ എന്താണ് കൺഫർമേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് അത്രത്തോളം കൂടിയത്, അതായത് കൺഫർമേഷൻ കൊടുക്കാതിരുന്നത് അത്രത്തോളം കൂടിയതിന്റെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് പഠിക്കുക, പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ശരിക്കും ഞാൻ പഠിച്ചത് ഒരു എന്താന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മാസം നന്നായിട്ടിരുന്ന് പഠിച്ചതിന് ശേഷം പിന്നെ പഠിച്ചത് മൊത്തം റാങ്ക് ഫയലും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്കും ആയിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചു. അതേപോലെ തന്നെ എന്താണ് എനിക്ക് ഏറ്റവും എന്താണ്
നിലവിൽ ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററിയും അതേപോലെ തന്നെ ഇംഗ്ലീഷും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ, അതായത് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഫേവറേറ്റ് സബ്ജക്റ്റ് ഉണ്ടാവും. ആ സബ്ജക്റ്റിൽ നമ്മൾ മൊത്തം മാർക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബാക്കിയുള്ള സബ്ജക്റ്റുകളും എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഈ കോച്ചിങ് സെൻറ്ററുകളിൽ പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പല പല ഫാക്കൽറ്റീസുകളുടെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ആരും നമുക്കൊരു വ്യക്തമായിട്ടൊരു ഉത്തരത്തിലേക്ക്, അതായത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് കയറാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എന്ത് മെത്തേഡാണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ആരും ഒരു പേടിലും അതേപോലെ തന്നെ ഒരു ഇതിലും ഒന്നും വ്യക്തമായിട്ട് ആരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 75 ഹോട്ട് ടോപ്പിക്സ് വെച്ച് പഠിക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതും, അതേപോലെ തന്നെ ഈ പറയുന്ന ഇപ്പം നമ്മൾ റാപ്പിഡ് സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മാക്സിമം ഒരാൾക്ക് നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാൻ പറ്റുന്നത്ര ടോപ്പിക്സ് മാത്രമാണ് ഞാൻ തരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ സെൻറ്ററുകളിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാവരുടെയും അതേപോലെ തന്നെ എന്താണ് ഉത്തരങ്ങളും അതേപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും എന്താണോ അവരുടെ ഫീൽ എന്നുള്ളത് കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഓരോ ടോപ്പിക്സും നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ എക്സാമുകളിൽ എല്ലാത്തിലും നമ്മുടെ ഹോട്ട് ടോപ്പിക്സിൽ നിന്നും അതേപോലെ തന്നെ PYQ സീരീസിൽ നിന്നും, അതായത് ഒരു ഉദ്യോഗാർത്ഥികൾക്ക് നേടാൻ പറ്റുന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളെല്ലാം നമ്മുടെ എന്താണ് ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യാനാണ് ഓപ്ഷൻ ഉള്ളൂ, സ്കിപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമാണ് നിലവിലുള്ളൂ. അല്ലാതെ നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതൽ മസിൽ പിടിച്ച് നിന്ന് അവസാനം ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് എന്താണ്, നമുക്കറിയാവുന്നത് മാത്രം എന്ത് ചെയ്യുക, ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ PSC എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യവും നൽകുന്ന ടെസ്റ്റുകളും അതേപോലെ തന്നെ എന്താണ് ഓരോ കാര്യങ്ങളും എല്ലാം നമ്മളെ എന്താണ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാണ്, വേറൊരു ലെവലിലേക്ക് ഇനി വേണോ, പഠനം വേണോ, അല്ലെങ്കിൽ ഇനി പഠിക്കണോ, അല്ലെങ്കിൽ എന്താണ് ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, അങ്ങനെയുള്ള കുറേ ചിന്തകളിലൂടെയാണ് ഇന്ന് ഉദ്യോഗാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങൾ പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു, നിങ്ങൾക്കൊരു ജോലിയാണ് വേണ്ടത്, അതേപോലെ തന്നെ എന്താണ് എന്തൊക്കെ വന്നാലും ഞാനൊരു ജോലി നേടിയിട്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും, അതായത് ഞാൻ ഇത്രയും നാൾ പഠിച്ചതിൻ്റെയും അതേപോലെ തന്നെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെയും അടിസ്ഥാനത്തിൽ ഏകദേശം 5 വർഷത്തോളം ഞാനിപ്പോൾ ടീച്ചിങ് ഫീൽഡിലുണ്ട്. അല്ലാതെ ഒരു 3 വർഷക്കാലം ഇതിനു വേണ്ടിയിട്ട്, അതായത് PSCനെ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ നടന്നതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ അടുത്ത് പറയാണ് എന്താണ് അതായത് ഈ 75 ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് 2021 മുതൽ 24 വരെയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത്. അതിൻ്റെ കൂടെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതും എന്ത് ചെയ്യുക, സെറ്റായിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് ഏതാണോ പാടുള്ളത്, നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ള സബ്ജക്റ്റ്, ഇത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അത് എങ്ങനെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് നമ്മുടെ നിലവിലത്തെ ഈ 14 ജില്ലകളിൽ നടത്തിയ എക്സാമുകളുടെ കട്ട് ഓഫ് എന്താണെന്നുള്ളത് അറിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര കട്ട് ഓഫ് ആണ് വരുന്നത് എന്നുള്ളത്. കുറേ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു, സാറേ ഈ അടുത്ത വരാൻ പോകുന്ന എക്സാമുകളുടെ ജില്ലകളുടെ കട്ട് ഓഫ് എത്രയാണെന്നൊക്കെ ഉള്ളത്. ഞാനത് വേണമെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഒന്നുകൂടി പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വ്യക്തമായിട്ടൊരു ധാരണ കിട്ടും. എന്നിട്ട് പ്ലാൻ ചെയ്തതിന് ശേഷം എനിക്ക് ഇത്രയും മാർക്ക് മതി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരു എക്സാമിലേക്ക് വേണ്ടിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ പകുതി എന്താണ് ടെൻഷൻസ് അവിടെ മാറും. കാരണം 100 ചോദ്യങ്ങൾ മൊത്തം വായിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് ഏതാണെന്ന് സോർട്ട് ചെയ്തതിന് ശേഷം അത് ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ മക്കളെ നിങ്ങൾക്ക് ഏകദേശം കഴിഞ്ഞ ദിവസം മൻസൂർ സാറ് പറഞ്ഞ പോലെ ഏകദേശം ഒരു 30ഓളം ചോദ്യങ്ങളാണ് സ്കിപ്പിങ്ങിനായിട്ട് വരുന്നത്. 70 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്കിലേക്ക് വന്ന് നമുക്ക് ആദ്യത്തെ അഡ്വൈസിൽ തന്നെ നമുക്ക് ജോലിക്ക് കയറാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന അത്രയും വലിയൊരു വലിയൊരു അതായത് 100 മാർക്ക് എനിക്ക് അടിച്ചെടുക്കണം എന്നുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾ പോകുന്നു, അവിടെ ചെല്ലുന്നു, ചോദ്യം കാണുന്നു, ചോദ്യം കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് തലയ്ക്കാകെ പെരുകലാവുന്നു. എന്ത് ചെയ്യുന്നു, പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം എന്തായിരിക്കും, 2 ഓപ്ഷനിൽ നിന്ന് നമുക്ക് പോലും ടാക്ക് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്കുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. കുറേ മൈനസ് അടിക്കുന്നു. ചിലപ്പോൾ ആ ഒരു
ടെൻഷന്റെ പുറത്ത് നിങ്ങൾ ചെയ്ത മൈനസ് ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു എക്സാമിൽ നിന്ന് തന്നെ നിങ്ങളെ പുറന്തള്ളിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ ഒരു എക്സാമിന്റെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് ഏകദേശം, അതായത് ഒരിക്കലും ഇത് എന്താണ് അങ്ങനെ തന്നെ കട്ട് ഓഫ് വരുമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എങ്കിലും നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിൽ നിന്നും ഒരു 15 മാർക്കെങ്കിലും കൂടുതൽ വാങ്ങിയാൽ മതി. അപ്പോൾ കഴിഞ്ഞ ഒരു എക്സാമിന് 15 ആണെങ്കിൽ 15ഉം ഈ പ്രാവശ്യം വരുമ്പോൾ 65 മാർക്ക് അല്ലെങ്കിൽ ഒരു 62 മാർക്ക് വാങ്ങുന്ന ഉദ്യോഗാർത്ഥി സേഫ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ലെവലിൽ അവൻ ഈ ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ ജോലി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ കഥ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും അതേപോലെ തന്നെ ഒത്തിരി ഇതിൻ്റെ പുറകെ നടന്നിട്ട് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിന്ന് സംസാരിക്കാനും അതേപോലെ തന്നെ ഒരു എഡ്യൂക്കേറ്റർ എന്ന ലെവലിൽ ഇന്ന് പല സെൻറ്ററുകളിലും ഞാൻ പഠിപ്പിക്കാനും പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ലിസ്റ്റുകളിൽ വരുന്നതിൻ്റെ ഒക്കെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, റിവിഷനോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക. ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾ കണക്റ്റിംഗ് ഫാക്റ്റ്, അതായത് അതുമായി ബന്ധപ്പെട്ട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പോവുക. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും മക്കളെ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ബാക്കിലുള്ള ഒരു ഹിസ്റ്ററി അതെന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു പോകാനായിട്ട്. കുറേ പഠിച്ചു എന്നുള്ളതിൽ ഒരു കാര്യവുമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എത്ര എണ്ണം നമുക്ക് വീണ്ടും അതിൽ നിന്നും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ, അതാണ് യഥാർത്ഥത്തിൽ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പഠനത്തിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ പഠിച്ചതും അതേപോലെ തന്നെ ഞാൻ ലിസ്റ്റിൽ വന്നതും അതേപോലെ ഇന്ന് ഞാൻ ഓൺലൈനിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതും അതേപോലെ ഒത്തിരി സെൻറ്ററുകളിൽ കേരളത്തിലുള്ള എല്ലാ ഒട്ടുമിക്ക സെൻറ്ററുകളിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി തന്നെ പഠിച്ചു പോവുക. നിങ്ങൾക്ക് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ പല ഉദ്യോഗാർത്ഥികളും പറയാറുണ്ട്, സാറേ ഞങ്ങൾക്ക് ഇങ്ങനെ എന്താണ് പഠിപ്പിക്കാനായിട്ട് താല്പര്യമുണ്ട്, പല സെൻറ്ററുകളിൽ പോകണമെന്നുണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു പാഷനാണെങ്കിൽ നിങ്ങൾ നല്ല ലിസ്റ്റിൽ വന്ന് നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടും എന്നുള്ള ഉറപ്പിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ എന്താണ് നിങ്ങൾ ഓരോ പ്രാവശ്യവും പഠിപ്പിക്കുമ്പോഴാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോഴാണ് ദൈവം നമ്മളെയും കൂടി അനുഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്നത്ര കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം മറ്റുള്ളവരിലേക്ക് കൂടി പറഞ്ഞു കൊടുക്കാനും കൂടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ ദിവസവും ക്ലാസ്സും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നാളെ നിങ്ങളാണെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങളുടെ മുന്നിലേക്ക് ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന ലെവലിൽ പലരും വന്നും പല കാര്യങ്ങളും ചോദിക്കും. അതേപോലെ തന്നെ എന്താണ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് ലെവലിൽ പഠിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോഴാണെങ്കിലും അവരിലേക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ ചില സീനിയേഴ്സൊക്കെ പറയുന്നത് കേൾക്കാം, അതായത് PSCനെ കുറിച്ച് നിങ്ങൾ നോക്കാനായിട്ടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും നടപടിയുള്ള കേസല്ല, നിങ്ങൾ വെറുതെ അതിലേക്ക് ഇറങ്ങി തിരിച്ച് വെറുതെ സമയം കളയണ്ട എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. അതേപോലെ PSC പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ എന്താണ് നിലവിൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നൊന്നുമല്ല, ഇതിൻ്റെയൊക്കെ നിയമനങ്ങൾ വേറെ ലെവലൊക്കെയാണ്, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചില ആളുകളുടെ ഏജ് ഓവറായ ആളുകളായിരിക്കും, ചിലവർക്ക് എക്സാം എഴുതാത്ത ആളുകളായിരിക്കും, ചിലവർ ഈ ഫീൽഡിനെ എന്നേക്കുമായിട്ട് നിർത്തിപ്പോയ ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ ആളുകൾക്കൊന്നും അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഗവൺമെന്റ് ജോലി കിട്ടി നമുക്കൊരു ജോലിക്ക് പോവുക എന്ന് പറയുന്നതും നമ്മുടെ തലയിലെ മുകളിൽ ഇരിക്കുന്ന മറ്റൊരു ഓഫീസേഴ്സിന് നമ്മളെ ഇറക്കി വിടാൻ പറ്റാത്ത, അതായത് എന്താണ് ഒരു പ്രൈവറ്റ് ഫേമിൽ കിട്ടുന്ന ആ ഒരു പ്രഷർ നമുക്ക് എന്തായാലും ഗവൺമെന്റ് സെക്ടറിൽ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലുള്ള ജോലിയൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ പറയുന്ന കൊല്ലം കണ്ണൂരിൻ്റെ ആ ഒരു എക്സാം കട്ട് ഓഫും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യനും കണ്ട് നിങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത്. ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ടേക്ക് തന്നെ പോവുക. നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് നമ്മളാൽ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ക്ലാസ് അടുത്ത ദിവസം തന്നെ വരും. കാരണം നമ്മുടെ എന്താണ് നിലവിൽ ആ ഒരു PDF ഇടാത്ത മറ്റൊന്നും കൊണ്ട് തന്നെ അല്ല, കാരണം നിലവിൽ അത് ആ ഒരു ഫോർമാറ്റിന് എന്തോ പ്രശ്നം വന്നുകൊണ്ടാണ് PDF ആയിട്ട് വരുന്നില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്തേക്കാം. നമ്മുടെ ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള റാപ്പിഡ് സീരീസിൽ ആരെങ്കിലും അംഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക.
4 ദിവസത്തെ ക്ലാസ് ആണ് നിലവിലായിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും എനിക്ക് എൻ്റെ അനുഭവവും എല്ലാത്തിൻ്റെയും വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ക്ലാസ്സുകളും ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടട്ടെ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയും നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ എന്നുള്ള ആത്മാർത്ഥതയോട്, നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം കൊണ്ടും മാത്രം ചെയ്യുന്നതാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും സ്നേഹവും എല്ലാം തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിർത്തുകയാണ്. അരുൺ കൊമ്പനാടൻ. താങ്ക് യു.